ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്ര പവർഫുൾ ഒരു രാജ്യമായി മാറിയത്. ഇത് പലർക്കും അറിയാത്തൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ കുഞ്ഞൻ രാജ്യം, ഏതാണ്ട് കേരളത്തിൻ്റെ പകുതിയോളം മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞൻ പ്രദേശം, ലോകത്തിൻ്റെ മുഴുവനും ദൃഷ്ടി അവരിലേക്ക് ഫോക്കസ് ചെയ്യണം. അവരെങ്ങനെയാണ് ഇത്രയും വലിയൊരു അട്രാക്റ്റീവ് കൺട്രിയായി മാറിയത്, അല്ലെങ്കിൽ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായി മാറിയത്? പലർക്കും ഇന്ന് അതൊന്നും ശരിക്കും പറഞ്ഞാൽ എത്ര ചിന്തിച്ചാലും മനസ്സിലാവത്തില്ല. കാരണം ഒരു പാക്കേജാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊരു അത്ഭുതമാണ്. ലോകത്തിന് തന്നെ ഇത്രയും സോ പവർഫുൾ എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത കാര്യങ്ങൾ എത്ര സിമ്പിളായിട്ടാണ് അവർ സാധിച്ചെടുക്കുന്നത്. ഇതെങ്ങനെ അവരെ കൊണ്ട് സാധിക്കുന്നു? ഇതിൻ്റെ റീസൺ എന്താ? ഇതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇസ്രായേലിൻ്റെ ഈ ഒരു വലിയ മാസ്മരികമായിട്ടുള്ള അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ഈ ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒന്നാമത് അവരുടെ ഇന്റലിജൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരെന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ജനം, ഏകദേശം ഒരു കോടിയിൽ താഴെ മാത്രമുള്ള ജനം. ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1.5 കോടിയിലൊക്കെ അതിനുള്ളിൽ മാത്രം പെടുന്ന ഒരു കൂട്ടം ജനം. ഇവര് സോ ബ്രില്യൻ്റ് ആണ്, സോ ബ്രില്യൻ്റ്. എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം കാലിഫോർണിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ബ്ലാക്സ് ചിലൊക്കെ മാത്തമാറ്റിക്സിൽ എത്ര ഭയങ്കര സ്പീഡാണ്, എത്ര ആക്യുറസി ആണെന്ന്. പക്ഷേ അതിനെയൊക്കെ ഒരു 100 ടൈംസ് വെല്ലുന്ന അത്രയും ഇന്റലിജൻസും ആക്യുറസിയും ഉള്ള സ്റ്റുഡൻസ് ആണ് ജൂയിഷ് സ്റ്റുഡൻസ് എന്ന്. അപ്പോൾ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ബുദ്ധിവൈഭവവും അവരുടെ കാര്യശേഷിയും ആ ഒരു കൃത്യതയൊക്കെ എത്ര പെർഫെക്റ്റ് ആണെന്ന്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ട ജനമായി മാറിയ? അവർക്ക് എവിടെ പോയാലും അടിയും പരിഹാസവും ആക്ഷേപമൊക്കെ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഇന്ത്യയിലും അമേരിക്കയിലും മാത്രമാണ് അവർ ഏകദേശം കുറേയൊക്കെ സുരക്ഷിതരായിട്ട് ഉണ്ടായത്. ഇന്ത്യ വളരെ വെൽക്കമിങ് ആയിരുന്നു, അമേരിക്കയിൽ അത്രയൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം അമേരിക്കയിലും അവർക്ക് പീഡനമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പോലും അമേരിക്കയിലുള്ള പ്രബല ജനവിഭാഗമാണ് ഈ ജൂയിഷ് പീപ്പിൾ. ഈ ഒരു അവഗണനയുടെയും ഈ ഒരു മാറ്റി നിർത്തലിൻ്റെയൊക്കെ നടുവിലും ഇവരെങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയെന്ന് ചോദിച്ചാൽ, ഇവരെ ഇത്ര ഇന്റലക്ച്വലി ഇത്രയും ഭയങ്കര ഭീമന്മാരായിട്ട് ഇവർ നിന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരൊരു ചോസൺ പീപ്പിളാണ്. ദൈവം ഇവരെ തിരഞ്ഞെടുത്തൊരു ജനമാണ്. നമുക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാം, അബ്രഹാം എന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെ പിതാവിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നാം കാണുന്ന ഇസ്രായേൽ ജനം. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ആ ഒരു ദൈവിക ഇന്റലിജൻസ് അവരിലുണ്ടാവും. ആ ഒരു ഇന്റലിജൻസ് ആണ് അവരെ ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ട് നിൽക്കുന്നത്. മൊസാദ് എന്താണ് അവരുടെ ഇന്റലിജൻസ്, അവരുടെ രഹസ്യാന്വേഷണ കഴിവ്. ഏത് രാജ്യത്തിനെ ഇതേപോലെ ചെയ്യാൻ പറ്റുക? അവരൊരു കാര്യം ടാർഗറ്റ് ചെയ്താൽ അതിന് ഏത് രാജ്യത്തിൻ്റെ ഉള്ളിൽ, ഇനി ഇരുമ്പ് കോട്ടയ്ക്കുള്ളിൽ പോയാലും അവരത് ചെയ്യേണ്ട കാര്യം പൂർത്തീകരിച്ച് ഇരു ചെവി അറിയാതെ, ഇരു കണ്ണുകൾ അറിയാതെ അവർ തിരിച്ച് തങ്ങളുടെ ദേശത്ത് വന്ന ചരിത്രം പല പല പുസ്തകങ്ങളിൽ നിന്നും പല ഇൻസിഡന്റുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇത് അവർക്ക് ദൈവം കൊടുത്ത ഒരു ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെത്ര പവർഫുൾ ആണെന്ന്. അവരൊരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കും. അത് അവരുടെ ഏറ്റവും വലിയൊരു കഴിവാണ്. നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ പാതി വഴിയിൽ ആ കാര്യം ഒന്നെങ്കിൽ നമുക്ക് പല ട്രൈ നടത്തും, അത് നടന്നില്ലെങ്കിൽ നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്തു പോരും. പക്ഷെ അവരത് സ്കിപ്പ് ചെയ്യത്തില്ല. അവരതിനെ കറക്റ്റ്, അതിനെ പല ആംഗിളിലൂടെ അതിനെ വിവക്ഷിച്ചുകൊണ്ട് ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താൽ തങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ
വ്യക്തമായിട്ടുള്ള അവർക്ക് ഡീറ്റെയിലിംഗ് ചെയ്ത് ഒരു കാര്യത്തെ നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞൻ രാഷ്ട്രം ഇത്രയേറെ പവർഫുൾ ആയതെന്നുള്ള ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അവരുടെ ഇന്റലിജൻസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ തങ്ങുന്ന ആ ഭൂപ്രദേശം അല്ലെങ്കിൽ അവരായിരിക്കുന്ന മേഖല അവർക്ക് എപ്പോഴും എഗെയിൻസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യം അവർ അറബ് ദേശീയതയുള്ള രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ജോർദാനും ഈജിപ്തും ഇപ്പോൾ പാലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്വയംഭരണ പ്രദേശവും സിറിയ, ഇങ്ങനെ ഇവരൊക്കെയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ദേശീയത എന്ന് പറയുന്ന അറബ് ദേശീയതയാണ്. ഇവർക്കൊക്കെ ഇസ്രായേലിനെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ്. എങ്ങനെങ്കിലും നശിപ്പിക്കണം ഇസ്രായേൽ. ഇസ്രായേൽ ഒരു ജാതിയായിട്ട് നിൽക്കരുത് എന്നുള്ളത് അവർ പലപ്പോഴും അവരുടെ ഒരു സ്ലോഗനാണ്. ഇസ്രായേൽ ഒരു ജാതിയായിട്ട് നിൽക്കാൻ പാടില്ല, ഇസ്രായേലിനെ നശിപ്പിച്ചു കളയണം. ഇസ്രായേൽ അങ്ങനെ ഒരു അറബ് ദേശീയതയുടെ ഇടയിൽ ഇങ്ങനെ ഒരു ജൂതരാഷ്ട്രം വേണ്ട എന്ന് അവർ പലപ്പോഴും പറഞ്ഞ, പക്ഷെ അതൊന്നും എവിടെയും വില പോയിട്ടില്ല. എന്നൊക്കെ ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് വന്നുവോ, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ബലൂൺ വീർപ്പിക്കുന്ന പോലെ അതിന്റെ വ്യാപ്തി വലുതാകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. 1948 ഏതാണ്ട് മെയ് മാസം 14 അർദ്ധരാത്രിയോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കുഞ്ഞൻ രാഷ്ട്രം, ഈ ടൈനി കൺട്രി, അവർ ഒരു രാജ്യമായി രൂപീകരിക്കപ്പെടുന്നു. ഏതാണ്ട് ദിവസങ്ങൾ, ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പിട്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധവുമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി. ചരിത്രം എടുത്ത് പഠിച്ചാൽ ആയുധബലം കൊണ്ടോ ആയുധശേഷി കൊണ്ടോ ആൾ ശേഷി കൊണ്ടോ ഒട്ടും മുന്നിലല്ലാത്ത ഈ രാജ്യം, കുഞ്ഞു രാജ്യം, ആയുധബലം കൊണ്ടും ആൾശേഷി കൊണ്ടും വളരെയധികം സമ്പന്നമായിരിക്കുന്ന ഈ അറബ് രാജ്യങ്ങളെ നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു വണ്ടറാണ്. അവിടെ തുടങ്ങുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചലഞ്ചുകൾ, നിരന്തരമായ ചലഞ്ചുകൾ, നിരന്തരമായിട്ടുള്ള പ്രൊവോക്കേഷൻ, നിരന്തരമായിട്ടുള്ള അവരെ അറ്റാക്ക് ചെയ്യുന്നു. അവർക്ക് മനസ്സിലായി അവർ ഹൈലി ഒഫൻസീവ് പീപ്പിളും കൂടിയാണ് ഈ ജൂയിഷ് എന്ന് പറയുന്നത്. അപ്പൊ നിരന്തരമായിട്ടുള്ള പ്രൊവോക്കേഷൻ, നിരന്തരമായിട്ടുള്ള ചലഞ്ചുകൾ അവരെ ഇങ്ങനെ ഒരു പവർഫുൾ കൺട്രിയാക്കാം. നമുക്കറിയാം 1927 അന്ന് ഇത് ഇംഗ്ലണ്ടിന്റെ കയ്യിൽ കിടന്നൊരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശത്തെ ബാൽഫഡ് വിളംബരത്തിലൂടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും തൊട്ടപ്പുറത്തൊരു അറബ് പാലസ്തീൻ രാജ്യത്തെ പ്രഖ്യാപിക്കാനും അവർ മുന്നോട്ട് വന്നപ്പോൾ അറബ് നേതാക്കൾ അതിനെ ശക്തയുക്തമായിട്ട് എതിർത്തു. അവര് പറഞ്ഞു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വേണ്ട. ഇതൊരു വഞ്ചനയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം അവിടെ രൂപപ്പെട്ട് ആ ജനം ഇന്ന് സമാധാനമായിട്ട് അവിടെ ജീവിക്കാൻ കഴിഞ്ഞേനെ, ഒരു പ്രശ്നവും ഉണ്ടായേനെ. പക്ഷേ ഇതിന്റെ പിന്നിൽ കിടന്ന് കളിച്ച കുറെ അറബ് ഈ വർഗീയ ദേശീയവാദികളുണ്ട്. അവരാണ് ഇന്ന് ഈ പാലസ്തീൻ ജനതയെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ചരിത്രം ഞാനിത് ഉണ്ടാക്കി പറയുന്നതല്ല, ചരിത്രം നിങ്ങൾ വ്യക്തമായി പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ വന്നത് അധിനിവേശമാണെന്നൊക്കെ പലരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെ അധിനിവേശമായി മാറും? അവരുടെ രാജ്യം ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് AD 70 ടൈറ്റസ് എന്ന് പറയുന്ന ആ റോമൻ എംപറർ, അദ്ദേഹം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അദ്ദേഹം ഉപരോധിക്കുകയും ജെറുസലേം പിടിച്ചടക്കുകയും അവരുടെ വിശുദ്ധ ദേവാലയമായ 2-ാം ജെറുസലേം ദേവാലയം നശിപ്പിച്ചു കളയുകയും ചെയ്തു. പട്ടിണി മൂലവും സൈനിക നടപടി മൂലവും ഒരുപാട് പേര് അവിടെ മരണപ്പെട്ടു. ശേഷിച്ച ജനം പലായനം ചെയ്തു പോയി. ഒരു ചെറിയൊരു സംഖ്യ മാത്രം ആ ഭൂപ്രദേശത്ത് ശേഷിച്ചിരുന്നു. അപ്പോ ഇങ്ങനെ ആട്ടി ഓടിക്കപ്പെട്ട ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ട ഈ ഒരു ചെറിയ ജനം അവർ സ്വന്തം
അധ്വാനത്തിലൂടെ. അവർ ലോകത്തിന്റെ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും അവർ താമസിച്ചെങ്കിലും ആ രാജ്യങ്ങളിലെ എല്ലാം സിസ്റ്റവുമായിട്ട് ഇഴുകിച്ചേർന്ന് അവിടുത്തുകാരായി തീരാതെ അവരെന്നും മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു സിയോനിലേക്ക് മടങ്ങി വരിക. സിയോൺ, ദാറ്റ് മീൻസ് ആ ഇസ്രായേലിലേക്ക് അവർ മടങ്ങി വരുന്ന, ആ ജെറുസലേമിലേക്ക് മടങ്ങി വരുന്ന. ജെറുസലേമേ, ജെറുസലേമേ, നിന്നെ ഞാൻ മറന്നാൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ എന്ന സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ അവരൊരിക്കലും, ലോകത്തിൽ അവർക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ഒത്തിരി പീഡനങ്ങൾ അവർ ഏറ്റുപിടിച്ചു വാങ്ങി. എന്നിരുന്നാൽ തന്നെയും അവര് ഒരിക്കൽ പോലും ഈ പറയുന്ന യെരുശലേമിനെയോ ഈ വിശുദ്ധ മണ്ണിനെയോ അവർ മറന്നുപോയില്ല. അവർക്ക് അവിടെ തിരിച്ചു വരണം. ദേ ആർ വെരി ഈഗർലി വെയിറ്റിംഗ്. അവർക്കൊരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തില് ഇംഗ്ലണ്ട് ജർമ്മനിയോട് തോൽക്കുന്നതിനുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ, ആയുധക്കടത്തുകൾ ഒന്നും സാധ്യമല്ലാതെ വന്നപ്പോൾ, ഇസ്രായേലിന്റെ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ഐസിൽ പൊതിഞ്ഞ് സ്ഫോടക വസ്തുക്കൾ കടലിലൂടെ ഒഴുക്കിവിട്ട് ഇംഗ്ലീഷ് സൈനികരുടെ കയ്യിലേക്ക് ഇത് എത്തിക്കുന്നു. അങ്ങനെ അവർക്ക് ആവശ്യമായ വെടിക്കോപ്പുകളും സംവിധാനങ്ങളും കിട്ടിയത് മൂലം അവരെന്ത് ചെയ്യുന്നു, ജർമ്മൻ ഈ സൈന്യത്തെ തോൽപ്പിക്കുകയും ആ യുദ്ധത്തിൽ അവർ വിജയം നേടുകയും ചെയ്തു. ഇതിന്റെ നന്ദി സൂചകമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ മണ്ണ് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർക്ക് വേണമെന്നാണ്. നോക്കിക്കേ, അവരുടെ ആ ഒരു ഡിസയർ നോക്കണം, അവരുടെ ആ ഒരു ചിന്ത നോക്കിക്കണം. നമ്മളൊക്കെ ആണെങ്കിൽ വേറെ പലതും ചോദിച്ചാണ്, പക്ഷെ അവർ പറഞ്ഞ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഭൂമിയാണ്. അതും വില കൊടുത്ത് മേടിച്ചാണ് അവർ വന്നത്. അതെങ്ങനെ അധിനിവേശമായി മാറും? അവരുടെ കഴിവുകൊണ്ടും നയതന്ത്ര ബുദ്ധി കൊണ്ടും അവരെ നേടിയെടുത്തൊരു കാര്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ലാൻഡ്. അതും വില കൊടുത്ത് അവർ മേടിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ വന്ന ഈ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ നിരന്തരം യുദ്ധങ്ങൾ നേരിട്ടു. യുദ്ധങ്ങൾ എന്ന് പറയുന്ന യുദ്ധത്തിന്റെ ഒരു നീണ്ട പരമ്പര തന്നെ. 1948 യുദ്ധം കഴിയുന്നു. പിന്നെ 6 days വാർ വരുന്നു 1967. 6 ദിവസം കൊണ്ട് അടിച്ച് തൂഫാനാക്കി കളഞ്ഞു. ലോക യുദ്ധ ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും മികവുറ്റ ഒരു സൈനിക നടപടി ഒരു രാജ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇസ്രായേലിന്റെ പിന്നിൽ ഒരു കരുത്തുറ്റ കരം ഉണ്ട്, ഒരു ദൈവിക കരമുണ്ട് എന്നുള്ളതാണ് എനിക്കിതിലൂടെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യം വരുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവര് പഠിച്ച പാഠങ്ങൾ, എങ്ങനെ ശത്രുവിനെ തോൽപ്പിക്കാം എന്ന് ഉള്ള അവരുടെ ചിന്തകൾ, അവരുടെ ഒരു കൂട്ടായ്മ, ഇതെല്ലാം അതിനകത്ത് ഇറുകിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തില് ഒരു തീരുമാനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ പലയിടത്തും പല അഭിപ്രായമാണ്. ഒന്നൊന്നിനോട് ചേരാത്ത രീതിയിലുള്ള പല അഭിപ്രായങ്ങൾ നമുക്ക് കാണേണ്ടി വരും. പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ ഏതെങ്കിലും അവരുടെ രാജ്യത്തിനെതിരായി വരുന്ന ഒരു ഭീഷണിയോ ശത്രു രാജ്യം അവർക്കെതിരെ ആയുധമെടുക്കും എന്ന് എപ്പോ അവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നോ അപ്പോൾ തന്നെ അവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരു പക്ഷമായി മാറി. പിന്നെ അവിടെ പ്രതിപക്ഷവും ഇല്ല, ഭരണപക്ഷവും ഇല്ല, ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. ആ ഐക്യമാണ് അവരെ ഇന്നയോളം വഴി നടത്തിയത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം പല യുദ്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ചൈന യുദ്ധം 1962, ഇന്ത്യ പാക് യുദ്ധം 1971, 1999 കാർഗിലും ഒക്കെ നമ്മൾ യുദ്ധം ചെയ്തു. നമുക്ക് ഭാഗ്യ സമ്മർദ്ദങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ടാർഗറ്റുകളൊക്കെ നേടി, സത്യമാണ്. പക്ഷേ ബാഹ്യമായ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ പിൻപിലേക്ക് കാലുവെച്ച പല ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം, അവർക്ക് ഏത് ബാഹ്യ സമ്മർദ്ദം വന്നാലും അവരെ ഏതൊക്കെ രീതിയിൽ പിന്നിലേക്ക് വലിക്കാമെന്ന് രാജ്യങ്ങൾ കരുതി കൂട്ടിയാലും യുണൈറ്റഡ് നേഷൻ ഇസ്രായേലിനെതിരെ ഒരുപാട് റെസൊല്യൂഷൻസ് പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഈ
UN എടുത്തിരിക്കുന്ന റെസൊല്യൂഷനെ പറ്റിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോ, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏകദേശം മറ്റൊരു രാജ്യത്തിനുമെതിരെ ഇത്രയും റെസൊല്യൂഷൻസ് UN പാസ്സാക്കിയിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ UN കൊണ്ടുവന്നിട്ടുള്ളതായിട്ടോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. UN മറ്റ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഒക്കെ ഇസ്രായേലിനെതിരെ നിന്നിട്ടും അവര് വിജയം നേടി മുമ്പോട്ട് പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് അറബ് ദേശീയതയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ എങ്ങനെയും തുടച്ച് ദൂരെ കളയണം എന്നുള്ള ചിന്ത. ഏതൊക്കെ പ്രോക്സീസിനെയും ഏതൊക്കെ ജനവിഭാഗങ്ങളും അവർക്കെതിരെ വാളെടുത്തും വടിയെടുത്തും ആയുധങ്ങളെടുത്തും അവർക്കെതിരെ പോരാടി, എന്നാലും അവർ തോറ്റു കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. അവർക്ക് തോൽക്കാൻ കഴിയത്തില്ല. അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം അവിടെ ഉണ്ടാകില്ല. പലപ്പോഴും ഇസ്രായേൽ പറയുന്നൊരു കോട്ടുണ്ട്, അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെക്കൂ, എന്നാൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകും. ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. ശരിയല്ലേ? ഒരിക്കൽ പോലും ഇസ്രായേൽ അങ്ങോട്ട് പോയി ആരെയും ചൊറിയാറില്ല എന്നുള്ളതാണ് വസ്തുത. മറിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ അറബ് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ അവരെ നിരന്തരം പ്രൊവോക്ക് ചെയ്യുന്നു. അവരെ നിരന്തരം പിന്നിലൂടെ കുത്താനും അവരെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള ആ വേയിലൂടെയും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ അതിനെതിരെല്ലാം കരുത്തുറ്റ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലാസ്റ്റ് ഒക്ടോബർ മാസത്തിലും നമ്മൾ കണ്ടതാണ്. ഇസ്രായേലിനെതിരെ ആയുധമെടുത്തുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ നിരന്തരം അവരെ അറ്റാക്ക് ചെയ്യുന്നു. ആ രാജ്യത്തിന് വരെ റോക്കറ്റുകൾ, അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ ഇതെല്ലാം പായിച്ചിട്ടും ആ രാജ്യത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇത്ര സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരെ നേടിയെടുത്ത അവരെ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഈ അറബ് രാജ്യങ്ങളാണ് കൊണ്ടുവന്നെത്തിച്ചത്. ഒരിക്കലും ഈ അറബ് രാജ്യങ്ങൾ ഇങ്ങനൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ ഇസ്രായേൽ ഈ ലെവലിലൊന്നും ആവത്തില്ലായിരുന്നു. അറബ് രാജ്യങ്ങൾ ഈ രീതിയിലൊന്നും പ്രൊവോക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല. അവരെത്ര സുരക്ഷിതമായിട്ടാണ് അവരുടെ ബോർഡറുകൾ വെക്കുന്നത്. അവരുടെ ബോർഡർ പരിശോധനകളൊക്കെ പറ്റി പലരും വിമർശനം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മാഹിൻ എന്ന് പറയുന്ന ചെക്കനൊക്കെ അവിടെ പോയിട്ട്, മാഹിൻ പോട്ടെ, വേറെ ഒരുപാട് ആൾക്കാർ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിൽ എന്താ ഇത്രയും ചെക്കിങ് എന്ന്, ഇസ്രായേൽ എന്താ ഇത്രയും ലോങ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് എന്നൊക്കെ. അതിനൊരു കാര്യമുള്ളൂ മാഹിനെ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളെ, ആ രാജ്യം ഇത്രയും കണിങ്ങായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നും ആ ഭൂപ്രദേശത്ത് അവര് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അവരലസന്മാരായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് രാജ്യം അവിടെ ഉണ്ടാവില്ല. കയറി മേഞ്ഞാനെ മാമന്മാർ നോക്കിയിരിക്കുക അവന്റെ കണ്ണൊന്ന് അടയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ കണ്ണൊന്ന് മയങ്ങിയാലും മേളിലിരിക്കുന്ന അവന് വേണ്ടി നോക്കുന്ന ഒരു കണ്ണുണ്ട്, അതൊരിക്കലും മയങ്ങത്തില്ല. ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ഇസ്രായേലെ വർഷത്തിന്റെ 365 ദിവസവും, ഒരാണ്ടിന്റെ മുഴുവൻ ദിവസങ്ങളിലും എൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലിരിക്കുന്നു. അങ്ങനെ ദൃഷ്ടി വെക്കുന്ന ആ ഒരു ദൈവികതയും കൂടി അവർക്കുണ്ട് എന്നുള്ളത് നമ്മളാരും മറന്നു പോകരുത്. അബ്രഹാമിന് കൊടുത്തൊരു ഉടമ്പടിയുണ്ട് ദൈവം, നിന്റെ സന്തതിയിലൂടെ ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന്. യെസ്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിലൂടെ അവരുടെ ടെക്നോളജി എന്താണ്, അവർ ലോകത്തിന് കൊടുത്തിരിക്കുന്ന സംഭാവന, ഇന്ന് നാം ഉപയോഗിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും, ഇന്ന് നാം ഉപയോഗിക്കുന്ന അത്യാധുനിക പല സംവിധാനങ്ങളുടെയും പിതാക്കന്മാർ ഇസ്രായേലിൻ മണ്ണിൽ നിന്ന് ജനിച്ചവരാണ്. ആധുനിക മെഡിക്കൽ സയൻസിന് അവർ തന്നിരിക്കുന്ന സംഭാവന എത്രയാണ്? ഹലോ, ചരിത്രം എടുത്ത് പഠിച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തിനൊരു അനുഗ്രഹമാണ്. പക്ഷേ ഇന്നും ഈ തീവ്രവാദം പറയുന്നവർക്ക് ഇസ്രായേൽ ഒരു ശാപമാണെന്ന് തോന്നുന്നു. നിങ്ങൾ എത്ര ശപിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും അവരൊരിക്കലും ശാപമാവത്തില്ല. അവർ അനുഗ്രഹമാണ്. അവര് തന്ന സംഭാവനകൾ കീശയിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് പലരും അവനെ തെറി വിളിക്കുന്നത്, അവന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്. അത് നിങ്ങൾ എത്ര വിളിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ വേണം ചിലർക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടും, ചിലര് കുറച്ച് അനുഗ്രഹം പ്രാപിക്കാനും, കുറേ
കുറച്ച് സ്ട്രെങ്ത് പ്രാപിക്കാനൊക്കെ ശത്രുക്കൾ എപ്പോഴും വേണം. ചുറ്റിനും ശത്രുക്കളുള്ളവൻ എപ്പോഴും വിജിലന്റ് ആയിരിക്കും. ആ ഒരു വിജിലൻസ് ആണ് ഇപ്പൊ ഇസ്രായേലിനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ഈ ഒരു ലെവലിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള അൾട്ടിമേറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ചുറ്റും കിടക്കുന്ന അറബ് ദേശീയതയാണ്, ഇസ്ലാമിക് ദേശീയതയാണ്. ഈ ദേശീയത ഉണർത്തിക്കൊണ്ട് ഒരു കാര്യമില്ല, അവരെ ചൊറിയാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. അവരുമായിട്ട് സൗഹൃദത്തിലൊന്ന് എന്തുകൊണ്ടാണ് ഈ 6 days വാർ കഴിഞ്ഞപ്പോൾ ഈജിപ്തിന് മനസ്സിലായി ഇനിയും കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കത്തിച്ച് കളയും. അതേപോലെ തന്നെ മനസ്സിലാക്കിയൊരു ഒരു രാജ്യമാണ് ജോർദാന്. ജോർദാനും മനസ്സിലായി എന്തുകൊണ്ടാ പിന്നെ അവർ അടിക്കാൻ വരാത്തെ. സമാധാന ഉടമ്പടിയിൽ അവർ ഒപ്പിട്ടു. സൗദി അറേബ്യയും UAEയും ഇന്ന് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് അവര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവരവരുടെ രാജ്യം സുരക്ഷിതമാക്കുന്ന ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ആ ഒരു അമേരിക്ക ഇസ്രായേൽ വിങ്ങിലേക്ക് ഇവരെല്ലാം വരുന്ന എന്തുകൊണ്ടാണ്? നിന്നെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു വാഗ്ദത്വം കൂടി ഈ ജനത്തിന്റെ മേളിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോരുത് കേട്ടോ. നിങ്ങൾ എത്ര അവനെ ശപിക്കുന്നോ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും. നിങ്ങൾ എത്ര ഈ ജനത്തെ അനുഗ്രഹിക്കുന്നോ, അവരെ നല്ലതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ, നിങ്ങളും നല്ലതാവും. അത് ഞാൻ പറഞ്ഞതല്ല, അത് ദൈവം പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവരുമായിട്ട് സമാധാനത്തിലേക്ക് ഉടമ്പടിയിലേക്ക് വന്ന രാജ്യങ്ങളിലൊക്കെ ഇന്ന് സമാധാനമുണ്ട്. സിറിയ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നേ, പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ കയറി ഇറാനും റഷ്യയൊക്കെ ഇസ്രായേലിനെ ചൊറിയാൻ വേണ്ടിയിട്ട് പല അവിടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ ദൈവം എടുത്ത് ദൂരെ കളഞ്ഞു. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് അവിടെ വന്നെന്നറിയപ്പോൾ വിമതന്മാരെ കൊണ്ട് അവിടെ കളിപ്പിച്ചു. അവിടുത്തെ ആ പറയുന്ന ആ ഭീകരാന്തരീക്ഷവും ആ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തന മേഖലയെ മുഴുവനും താറുമാറാക്കി കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയുണ്ട്, അറബ് ദേശീയതയാണ് ഇന്ന് ഇസ്രായേലിനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നെത്തിച്ച്. ഒന്നും പറയാനില്ല. നിങ്ങളാണ് നിങ്ങളുടെ ശത്രുവിനെ പവർഫുൾ ആക്കിയത് കേട്ടോ. ഇനി അവനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എത്ര മനക്കോട്ട കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല, നടക്കത്തില്ല. ഒത്തിരി തവണ ചെയ്തു. 1967 ചെയ്തിട്ട് തീർന്നില്ല. എന്തൊരു വാശിയായിരുന്നെന്ന് അറിയാവോ. എന്നാൽ 73 രഹസ്യമായിട്ട് പണി കൊടുത്തുകൊണ്ട് റഷ്യയുടെയൊക്കെ സഹായത്തോടു കൂടി ഇസ്രായേലിനെ അങ്ങ് കീഴ്പ്പെടുത്തി കളയാമെന്നൊക്കെ ഇസ്രായേലിന്റെ യോങ്കിപ്പൂർ അവരുടെ വിശുദ്ധ ദിവസത്തിൽ ആ ഇസ്രായേലിന്റെ മണ്ണിനെ അതിക്രമിച്ച് കയറി ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആ വാറിന് പറയപ്പെടുന്ന 1973 വാറിന് യോങ്കിപ്പൂർ വാർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ യോങ്കിപ്പൂർ വാറിലൂടെ ഇസ്രായേൽ അണുവായുധം എടുത്തുകൊണ്ട് ഈ അറബ് രാജ്യങ്ങളെ കത്തിക്കുമെന്നുള്ള ആ ഒരു റിപ്പോർട്ട് അത് റഷ്യക്കും അമേരിക്കയ്ക്കും കിട്ടി. പിന്മാറിക്കോളം പറഞ്ഞു, കത്തിച്ചു കളയെന്ന് പറഞ്ഞു. അന്നും പരാജയം ഈ പറയുന്ന അറബ് ദേശീയത പിടിച്ചു ഉയർത്തിയത്. അവർക്ക് മാത്രമായിരുന്നു നഷ്ടം മുഴുവനും. എന്നൊക്കെ അടിക്ക് ചൊറിയാൻ വേണ്ടി പോയോ, ആ ചൊറിയാൻ പോയപ്പോഴൊക്കെ പണിയിട്ടിട്ടുണ്ട്. അവനവൻ്റെ വീടിന്റെ കഴുക്കോലും ഓടും ഇഷ്ടികയൊക്കെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ആ ചേട്ടന്റെ അതിന് മാന്താൻ ചെന്നതാണ്. ആ ചേട്ടൻ വീടടക്കം പൊളിച്ചുകൊണ്ട് അങ്ങ് പോയി എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ അത് മുഴുവനും അവരുടെ പ്രദേശങ്ങൾ ഗോലാൻ ഹൈറ്റ്സും സീനായി മരുഭൂമിയും ജോർദാന്റെ പല മേഖലകളും ഒക്കെ പിടിച്ചെടുത്തു. പിന്നെ സമാധാന സന്ധി വന്നപ്പോൾ ഇതൊക്കെ തിരിച്ചു വിട്ടുകൊടുത്തേ. ഗോലാൻ ഹൈറ്റ്സിന്റെ 1/2 പ്രദേശം മാത്രം ഇസ്രായേൽ കൈയടക്കി വെച്ചു. കാരണം അവർക്ക് ഭാവിയിൽ പണി കിട്ടരുതെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ അവർ പിടിച്ചു വെച്ചു. ഇപ്പൊ അതാണ്ട ബാക്കിയുള്ളതും പിടിച്ചു. ഇനി ഇസ്രായേലിന് ആ ഭാഗത്തോടെ ചൊറിയാനും മാന്താനും ഒരുത്തനും പറ്റത്തില്ല. ദൈവം ഇനി ഇസ്രായേലിന്റെ സുരക്ഷിത വേലി പൊളിച്ചു കളയുന്നിടത്തോളം കാലം ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അമ്മി കിടന്ന പണിതെന്ന് പറഞ്ഞാലും ഇസ്രായേലിനെ ചൊറിയാന്നല്ലാതെ ആ ചൊറിച്ചിലെ കൊണ്ട് ഇവന്മാർക്ക് വലിയ പുണ്ണ് വരാൻ വേണ്ടില്ല. ഇവരെ പോയി ചൊറിയുക, അവർ മാന്തി കീറി വലിച്ച് തേച്ച് ഭിത്തിയിലും കൊട്ടിക്കും. ഇതാ സംഭവം. അപ്പം എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, പ്രത്യേകിച്ച് ഈ ഇസ്രായേലിനെ വെറുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വെറുപ്പും നിങ്ങളുടെ വിദ്വേഷവും നിങ്ങളുടെ ഈ പകയൊക്കെയാണ് ഇസ്രായേലിനെ ഇത്രയും പവർഫുൾ ആക്കാൻ വേണ്ടി സാധിച്ചത്
കേട്ടോ. അതിന് താങ്ക്സ് പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരോടാണ്. ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, തീവ്രവാദികൾക്ക് കൊടപിടിച്ചുകൊണ്ട്, അവർക്ക് ധനസമാഹരണം നടത്തിക്കൊണ്ട്, അവരെ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണി അവർക്ക് വേണ്ടിയിട്ട് സിന്ദാബാദും ബാനറും കളസവും ഒക്കെ പൊക്കിയ നിങ്ങളാണ് ഈ രാജ്യത്തെ ഇത്രയും പവർഫുൾ ആക്കി മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ രാജ്യവും, ഈ ചെറിയ കുഞ്ഞൻ രാജ്യം, അമേരിക്കയ്ക്ക് പോലും അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കയ്ക്ക് പോലും സത്യം പറയാൻ പേടിയാണ്. ഒരുപാട് റീസൺ ഉണ്ട്. ലോകത്തിന്റെ ഭരണസിരാ ചക്രങ്ങളെ പിടിച്ചു കറക്കുവാൻ തക്ക ശേഷിയുള്ള ഒരു പവർഫുൾ ഇന്റലിജൻസ് ആണ് ഇസ്രായേലിനുള്ളത്. അതിലേക്ക് അവരെ കൊണ്ടുവന്നത് ഇന്നത്തെ ഈ ശത്രുതാ മനോഭാവമുള്ള ഒരുപാട് അറബ് ദേശീയവാദികളും അവരുടെ ഈ പറയുന്ന പോലെ അവർ ഈ ജനസൈഡ് എന്ന് പറയുന്ന വാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ തീവ്രവാദികൾ ഇസ്രായേലിൽ ചെയ്യുന്നതാണ് ജനസൈഡ്. അല്ലാതെ ഗാസയിലും അവിടെ ഇവിടെയൊക്കെ കിടന്നുകൊണ്ട് തീവ്രവാദം ചെയ്തിട്ട് തിരിച്ചടിച്ചിട്ട് കുറെ പേര് മരിക്കുന്ന അതിനകത്ത് ആരാ പരാതി? ആർക്കെന്ത് പരാതി? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ചുമ്മാതെ ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് അങ്ങോട്ട് കിട്ടിയതല്ലേ. അതിനൊന്നും ജനസൈഡൊന്നും വിളിക്കത്തില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഏത് അവസരം കിട്ടിയാലും ചൊറിഞ്ഞ് മാന്തി ജനത്തെ മുഴുവൻ കൊന്നു കളയാനാണെങ്കിൽ ഇസ്രായേലിനുള്ളിലും താമസിക്കുന്നുണ്ട് ഒരു 20% മുസ്ലിം കമ്മ്യൂണിറ്റി. എന്തുകൊണ്ട് അവരാരും കൊല്ലപ്പെടുന്നില്ല? അവരവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിലൊക്കെ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇവരുണ്ട്. ഇവരെങ്ങനെ വന്നു? ഈ ജനസൈഡ് എന്ന് പറഞ്ഞ സാധനം പറയുന്ന ആൾക്കാരോടായി ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ചുമ്മാതെ വെറും തള്ള് മാത്രമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും തള്ള് മാത്രമാണ്. ആ തള്ളുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ഇവിടുത്തെ സാധാരണപ്പെട്ടവരൊക്കെ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇതിനെ തലപ്പത്തിരിക്കുന്ന കുറെ ആൾക്കാർ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ജൂതവിരോധം ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ കാര്യസാധ്യം നേടിയെടുക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾ ഇതൊക്കെ പരാജയപ്പെടുന്ന ഒരു ദിവസം വരും. നിങ്ങൾ എത്ര വാളെടുത്താലും നിങ്ങളുടെ വാളിന്റെ മൂർച്ച പോകുന്ന ഒരു ദിവസം വരും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ദിവസം വരും. അന്നും നിങ്ങൾ ഈ ജനത്തെ ഇങ്ങനെ വഞ്ചിക്കൂ. അപ്പൊ നിങ്ങളുടെ ഈ വഞ്ചനാ മനോഭാവം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നുണയോ നുണക്കഥകളോ നുണപ്രചാരണങ്ങളോ ഒന്നും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മതവിദ്വേഷവും എൻ്റെ സബ്ജക്റ്റേ അല്ല. പക്ഷെ ഈ തീവ്രവാദത്തെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. അത് ലോകത്തെയും അത് ഈ പറയുന്ന ഈ മുസ്ലിം കമ്മ്യൂണിറ്റി വരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദത്തിൽ അങ്ങോട്ട് സുന്നി ഷിയ വെട്ടുന്നു, ഷിയ സുന്നീനെ വെട്ടുന്നു. എന്താ നടക്കുന്നത് ഇവിടെ? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? സമാധാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകൂടെ? സമാധാനത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇന്നിപ്പോ ഈ ലോക രാജ്യങ്ങളിൽ നടക്കുന്ന ഈ അറബ് തീവ്രവാദം മൂലം ഉണ്ടായ നാശം, എത്ര രാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ നശിച്ചു, എത്ര പേർ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ മനസ്സിലായി. ഇതൊന്നിനും കൊള്ളത്തില്ല. ഇത് ലോക രാജ്യങ്ങളൊക്കെ പുറത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിറ്റിയെ മുഴുവനും ഈ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്നെല്ലാം പുറത്താക്കുക. അവർ മടുത്തു. അപ്പൊ ഇതിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച ഈ തീവ്രവാദമാണ്. അപ്പൊ അതിനെ നമുക്ക് തുടച്ചു നീക്കിക്കളയണം. അതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ട കാര്യം. എന്നാൽ നമ്മുടെ ലോകരാജ്യത്ത് സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാവും, പരസ്പരം സാഹോദര്യം ഉണ്ടാവും. അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ വരെ